അപ്പോഴല്ലേ നീ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവണത്. அப்பா ஒத்துக்கிட்டாரா? പിന്നെ ഒത്തുകിട്ടില്ല, പക്ഷെ കറക്റ്റ് കാര്യം പറഞ്ഞു നമ്മുടെ അടുത്ത്. എനിക്ക് എപ്പോ ക്ലിയർ ആയി. കറണ്ട് അടിച്ച പോലെ വല്ല അയാൾ പറഞ്ഞു കാണും. അയ്യോ അല്ല, എനിക്ക് അതിന് ക്ലിയർ കട്ടായിട്ടുള്ള മറുപടിയാണ് വന്നത്. എന്ത് പറഞ്ഞു? അതായത് നമുക്ക് കേൾക്കണം. ഇപ്പം നമ്മളൊരു വീട് പണിയാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് എന്താണ്? വീട് കെട്ടുறதுக்கு കാശ് വേണോ? നൈസ് ട്രൈ, ഡോണ്ട് ട്രൈ അഗൈൻ. പറയടാ. അപ്പൊ കാശ് വേണം. ആ കാശ് കൊണ്ട് നമ്മൾ എന്താണ് മേടിക്കണത്? ശരി ശരി, കറക്റ്റ് കാര്യം പറയാം. ഇപ്പം നമ്മുടെ ഭരതൻ ചേട്ടൻ, ഭദ്രൻ ചേട്ടൻ അനിയൻ ഭീമൻ ചേട്ടൻ. നീ എന്താ ബന്ധം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞു നിന്നോട്. ഭീമൻ ചേട്ടന് അല്ല പ്രശ്നം. പിന്നെ ഭീമൻ ചേട്ടന് കെട്ടാൻ കൊടുക്കാൻ വേണ്ടി, വീട് വെക്കാൻ വേണ്ടി വീട്ടുകാരെടുത്തു കൊടുത്ത മെറ്റീരിയൽസിനാണ് പ്രശ്നം. മെറ്റീരിയൽസിനോ? ലോ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഈ കണ്ട വീട്ടുകാരെല്ലാം കൂടെ അവർക്ക് ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് ഭീമൻ ചേട്ടൻ എടുത്ത് കൊടുക്കണത്. ഭീമൻ ചേട്ടൻ അത് വെച്ച് വീട് പണിയും, വീട് ചോരും, പ്രശ്നം വരും. അമ്മൂമ്മ, ഇപ്പം നമ്മള് ഒരു വീട് പണിയാണ്, കൂടെ സാധനം കൊണ്ട് പണിഞ്ഞാൽ വീട് എങ്ങനെ ഇരിക്കും? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ മേസ്ത്രി പണിക്കൊന്നും പോയിട്ടില്ല. യേശു, അങ്ങേര് പറയുന്ന തൊണ്ട തൊടാതെ വിഴുങ്ങി ഇങ്ങോട്ട് വന്നേക്കുവാ അല്ലേ? ഇല്ല, മൊത്തം വിഴുങ്ങിയില്ല, കുറച്ച് വിഴുങ്ങിയുള്ളൂ. ഐ മീൻ, എടാ ഈ ഭീമന്റെ ശരിക്കുള്ള ജോലി എന്താ നിനക്കറിയാവോ? കോൺട്രാക്ടർ. എടാ അവന്റെ ശരിക്കുള്ള പണി, നമ്മൾ ഈ കെട്ടിടം പണിയാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങിച്ചു വെക്കത്തില്ലേ, മെറ്റീരിയൽസ്. നീ പറഞ്ഞ ഈ മെറ്റീരിയൽസ് ഒക്കെ മറിച്ച് വിൽക്കലാണ് പരിപാടി. എന്നിട്ട് ഉള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് തട്ടിക്കൂട്ടി വീട് പണിയും. പിന്നെ വീട് ചോരാതിരിക്കുവോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെ വേണ്ടാന്ന്. അതെപ്പടി മുടിയോ? മുടിയില്ല, മുടിയാത്. അങ്ങനെ മുടിക്കുന്ന അവന്റെ പേരിൽ ഈ ഇടിയെ കൊണ്ട് കേസ് കൊടുപ്പിക്കണം എന്നാ ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടല്ലേ വേണ്ട വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളറിഞ്ഞില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായോ? മനസ്സിലായി. നീ ഒരു കാര്യം ചെയ്യ, ചെന്ന് അങ്ങേരോട് പറ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഞാൻ ഇനിയും ചെന്ന് പറയാനോ? പിന്നെ നീയല്ലേ ഇതിന് മധ്യസ്ഥ നിന്നത്, ചെന്ന് പറയ്. അല്ല അമ്മൂമ്മ, മക്കളെ എന്നങ്ങ് പറ. ചെല്ലുകേശു. ഞാൻ പോവാം. കറക്റ്റായിട്ടെല്ലാം പറഞ്ഞു കൊടുക്കണം കേട്ടോ. അവൻ சொல்லுவான், അവൻ നല്ല പയ്യൻ. നല്ല പയ്യൻ പോകുന്ന എന്റെ കിട്ടേണ്ട എടുത്തോട്ടെ, അതാ എന്റെ പേടി. ഇത് കുഴപ്പം മെറ്റീരിയൽസിന്റെ അല്ല, ഭീമന്റെ അല്ല, എവരുടെയാണ് ചേച്ചി സംഭവേ? ഇത് എനിക്കങ്ങോട്ട് ക്ലിയർ ആവണില്ല. ഞാൻ അവിടെ ചെന്ന് പറയുമ്പോൾ പറയാം അപ്പുറത്തും ഇപ്പറേ, അവിടെ ചെന്ന് പറയുമ്പോൾ പറയും ഇപ്പുറത്തൊന്ന് പറയേ. അതേപോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലൂപ്പിൽ പെട്ട് കിടക്കുകയാണ്, അങ്ങോട്ട് തീരണില്ല. തീരൂല, തീരൂല, കാരണം ഇതാ ലൂപ്പാ. ഞാൻ നിന്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞാണോ ഇത് പിടിക്കണ്ടെന്ന്. അതായത് ഇവരുടെ പ്രശ്നത്തിൽ ഒരാൾ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം ആ ഇടപെട്ട ആളുടെ തലയിലാവും. അച്ഛൻ പറഞ്ഞത് നീ അമ്മയുടെ അടുത്ത് പറയുന്നു, അമ്മ പറഞ്ഞത് അച്ഛൻ്റെ അടുത്ത് പറയണം. ഇങ്ങനെ പറഞ്ഞു അവസാനം നിന്റെ ജീവിതം ഇങ്ങനെ അങ്ങ് തീരും. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ ആദ്യം പറയണ്ടായിരുന്ന. എത്രയോ തവണ പറഞ്ഞു വേണ്ടാന്ന്. പക്ഷെ നിനക്ക് പ്രശ്നം പരിഹരിക്കാൻ ഭയങ്കര ആവേശമായിരുന്നല്ലോ. പരിഹരിക്കും. അച്ഛനോടെ കിടപ്പുണ്ട്. ഇപ്പൊ അമ്മ പറഞ്ഞത് പോയി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വാ. അപ്പൊ അച്ഛൻ എന്തെങ്കിലും പറയും, അത് നീ അമ്മയുടെ അടുത്ത് പറയണം. ശരി. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഹംസം കിടക്കണ എന്തേ പ്രശ്നം സോൾവ് ചെയ്യുമ്പോള് ചേച്ചി പോയച്ചോ അവിടുന്ന്. എന്നാ എനിക്ക് വേറെ വേലയില്ല.
യേശു ഓ ഓ നിന്നോട് പറഞ്ഞായിരുന്നു, നീ ചെയ്തായിരുന്നോ? ഏത് കാര്യം? അങ്ങേരോട് ഒരു കാര്യം പറയാൻ വേണ്ടി നിന്നെ ഏൽപ്പിച്ചിരുന്നോ? ഓ പറഞ്ഞായിരുന്നു. നീ പറഞ്ഞായിരുന്നോന്നാ ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതിന്റെ പറയണ്ടിരുന്നേ? ഉത്തരവാദിത്തമായിട്ട് നിന്നെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പം അത് ഉത്തരവാദിത്തത്തോടെ തന്നെ ചെയ്യണ്ടേ? വേണ്ടേ? വേണം. പിന്നെന്താ ചെയ്യേണ്ടിരുന്നേ? മറന്നുപോയി. മറന്നുപോയോ? എന്റെ ലച്ചു മോളെ, നീ കേക്കണം. അച്ഛനോട് പറയാൻ വേണ്ടി. അയ്യോ അയ്യോ അയ്യോ, ആ കാര്യം എനിക്ക് അറിയാം, എനിക്ക് മനസ്സിലായതാ അത്. അല്ല, എന്നാലും അത് ശരിയല്ലല്ലോ, ഇവൻ പറഞ്ഞില്ലല്ലോ. അതെ അതെ. എന്താണ് ഇവിടെ ഒരു ബഹളം? എന്താ ബഹളം? ഞാൻ ഇവനോട് ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു നിങ്ങളോട് പറയാൻ. അവൻ ഇതുവരെ നിങ്ങളോട് അത് പറഞ്ഞിട്ടില്ല. എന്താ കേശു നീ പറയാഞ്ഞേ? കുറച്ച് തിരക്കായി പോയി ചേച്ചാ. എന്ത് തിരക്ക്? നീ ഇത്ര നേരം ഫോണിൽ കളിച്ച് ഇവിടെ കിടക്കായിരുന്നില്ലേ? ഞാൻ കണ്ടതാണല്ലോ. പിന്നെ എന്ത് തിരക്ക്? അതെന്താ കേശു നീ ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറുന്നത്? അത് പറയേണ്ട കാര്യമല്ലേ എന്നോട്? ഓ ആ പക്ഷെ അത് പറഞ്ഞാൽ ശരിയാവൂല്ലോ. അതെന്താ പറഞ്ഞാൽ ശരിയായാലും? അതെന്താ പറഞ്ഞ ശരിയാവാത്ത? അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ തമ്മിലുള്ള തല്ല് ഇന്നോ നാളെയും തീരുമില്ല. ആ അപ്പൊ അത്രക്ക് വലിയ കാര്യമാണ്. ആ അപ്പൊ നീ പറ, എനിക്കത് അറിയണം. ഞാൻ പറയില്ല. കേശു നീ പറയുക കേശു, എന്താണ് ഇവിടെ സംഭവിക്കണമെന്ന് എനിക്ക് അറിയണമല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾ തമ്മിൽ പിന്നെയും തല്ലാവും. തല്ലെങ്കിൽ തല്ല്, അടിയെങ്കിൽ അടി, പിടിയെങ്കിൽ പിടി. ഇന്ന് രണ്ടാലൊന്നും അറിഞ്ഞിട്ട കാര്യമുള്ളൂ. നീ പറടാ, പറയ്. വേണ്ടത് പറയടാ. ശരി, ഞാൻ പറയാം. പറയ്. ഓ ഒരു മിനിറ്റ്. അതെ ചേച്ചി ആ അവിടെ നിന്ന് പിടിച്ചോണേ. ഓക്കെ, ഈ ഗ്യാപ്പ് ഓക്കെ. ഇനി പറയാം. കയ്യെന്ന് വിട് മോളെ, നീ പറടാ. പറയട്ടാ? പറയുവാണേ. ആ സീതാമ്മ പറഞ്ഞു തരുന്ന വെച്ചാല്, ഭദ്രന്റെ അനിയൻ ഭീമനില്ലേ, അങ്ങനെ പണി ഈ മേടിച്ചു കൊടുക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ ഡബിൾ വിലക്ക് മറച്ചു വെക്കുന്നതാണെന്ന്. കേശു, ഞാനല്ല, സീതാമ്മയാ. സീതാമ്മയോട് ആര് പറഞ്ഞു എന്ന് ചോദിക്ക്. സീതാമ്മയോട് ആര് പറഞ്ഞു എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഭീമന്റെ കൂടെ ജോലി ചെയ്യുന്നൊരു പയ്യനാ പറഞ്ഞെന്ന് അച്ഛനോട് പറ. ഭീമന്റെ കൂടെ ജോലി ചെയ്യുന്നൊരു പയ്യനാ പറഞ്ഞെന്ന് അച്ഛനോട് പറയാന്ന് പറയാൻ പറഞ്ഞു. ഏത് പയ്യനാണെന്ന് ചോദിക്കടാ അവളോട്. ഏത് പയ്യനെന്ന് ചോദിക്കാൻ പറഞ്ഞു. കുട്ടു എന്ന് പറ. കുട്ടു. കുട്ടു കുട്ടുവോ? കുട്ടു രാമാനുജൻ ചേട്ടന്റെ മകൻ കുട്ടുവോ? ആ ചേട്ടാ, രാമാനുജൻ ചേട്ടന്റെ മകൻ കുട്ടു. അവൻ ഈ ഭീമന്റെ കൂടെ ഇപ്പൊ പണിയുന്നേ. അപ്പൊ ശരിയായിരിക്കുള്ളൂ. അപ്പൊ നീ പറഞ്ഞത് കറക്റ്റാണ്. എനിക്കൊക്കെ പറ്റുന്ന ഒരേ അബദ്ധമേ. നമ്മൾ ഓരോരുത്തരെയും കണ്ണടച്ചങ്ങ് വിശ്വസിക്കും. ഇവരാ നമുക്ക് പണി തരുന്നത്. അപ്പൊ നമുക്കിനി ഭീമനെ വേണ്ട, ഭീമനെ മാറ്റിയേക്കാം. സീതുസേ, എന്താ ഏട്ടാ? നിന്റെ പരിചയത്തിൽ കോൺട്രാക്ടേഴ്സിനെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? എന്റെ പരിചയത്തില് കോൺട്രാക്ടേഴ്സിനെ പരിചയമുള്ളത് ഏട്ടനുണ്ട്. എനിക്ക് പരിചയമുള്ള ഭീമൻ മാത്രമേ ഉള്ളൂ. അയ്യോ, അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് വേറെ ആരെങ്കിലും പിടിക്കാം. അതാ നല്ലത്. തലവേന എടുക്കുന്നുണ്ടല്ലേ? ഉച്ചക്ക് ചായ കുടിച്ചില്ലല്ലോ. ഇപ്പൊ തന്നെ നല്ല കടുപ്പത്തിലൊരു ചായ ഇടാം. വേണം. ചേട്ടാ ഡ്രസ്സ് മാറി കേട്ടോ. മാറിക്കേ മക്കള്, മാറിക്കേ പിള്ളേര് മാറി. കൂട്ടെ ഒന്ന് ഒതുങ്ങിയടാ കൂട്ടാ, ഒന്ന് ഒതുങ്ങടാ. അച്ഛൻ ഒന്ന് പോയിക്കോട്ടെ. വേഗം കൊണ്ടുവരാവേ. ഇതെന്ത് ചേച്ചിയുണ്ടായേ? പ്രോബ്ലം സോൾവ് ആയത്. സീതൂസേന്ന് വിളിച്ചത് കേട്ടില്ലേ? അപ്പൊ പ്രോബ്ലം സോൾവ് ആയി. സോൾവ് ആയ? ഇത്ര ഉള്ളായിരുന്നോ? അപ്പൊ ഇതിന്റെ പേരും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര എത്ര നേരം നടന്നു ഞാനാരായി? കഴിഞ്ഞോ പ്രശ്നം? ഇത്ര വലിയ വിഷയം കിട്ടിട്ടോ? നേരത്തെ തീരേണ്ട വിഷയമായിരുന്നു. അവര് വന്നില്ലേ, അവിടെ പുറത്ത് ഇരുന്നില്ലേ, അപ്പൊ തീരേണ്ട വിഷയമായിരുന്നു. നീ ഇടപെട്ടത് കൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത്. നല്ലോണം ഒന്ന് വായക്കോലും കൂടാതെ അച്ഛനും അമ്മയും ഈ വിഷയം വല്ല എന്റെ കിട്ടിയൊക്കെ ഉണ്ടല്ലേ.